ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സോസാണ്. മുസാർഡ് എന്നാണ് ഇതിനെ പറയുന്നത്, മസ്റ്റേർഡ് സോസ്. പണ്ട് ക്രിസ്ത്യൻസിൻ്റെ കല്യാണ പരിപാടിക്കൊക്കെ പോർക്ക് ചാപ്സിൻ്റെ കൂടെ സെർവ് ചെയ്തിരുന്നൊരു സോസാണിത്, മുസാർഡ്. ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് മുരിങ്ങ മരത്തിൻ്റെ തൊലി, ഡ്രം സ്റ്റിക്ക് മരത്തിൻ്റെ തൊലി. അതിൻ്റെ ആ വെള്ള പാർട്സ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. കുറച്ച് മതി. ഇത് നമ്മുടെ എരിവിറച്ചി ഒക്കെ വെക്കൂലേ, വിനാഗിരി ഇറച്ചി, വിന്താലു ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വിന്താലുവിന്. അപ്പോൾ ഇതിന് വേറെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിന് വേണ്ടത് കടുക് പരിപ്പാണ്. ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. കടുകിൻ്റെ അകത്തുള്ളതാണിത്, കടുക് പരിപ്പ്. പിന്നെ കാഷ്യൂ നട്ട്സ് വേണം. കാഷ്യൂ നട്ട്സൊക്കെ നന്നായിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഈ സോസ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുരിങ്ങാക്കോലിൻ്റെ തൊലി. പിന്നെ വേണ്ടത് വറ്റൽമുളകിൻ്റെ തരി, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഇത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. വെള്ളത്തിൽ കഴുകാനേ പാടില്ല, വിനാഗിരിയിൽ വേണം ഇത് കഴുകിയെടുക്കാനായിട്ട്. ഒരുപാട് അഴുക്കുണ്ടാവും, അത് വിനാഗിരി യൂസ് ചെയ്ത് കഴുകണം. വെള്ളം ഇതിന് തൊടാനേ പാടില്ല. ഒരു പാത്രത്തിൽ ഈ ഐറ്റംസ് എല്ലാം തന്നെ സോക്ക് ചെയ്യാനായിട്ട് വിനാഗിരി ഒഴിച്ച് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ ഇത് സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. അടിക്കുന്നതിന് മുമ്പ് ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും ചേർത്ത് വേണം ഇത് അടിക്കാൻ. ഇതിന് ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പുളിരസവും മധുരവും കയ്പും ചേർന്നുള്ളൊരു ടേസ്റ്റാണ് ഈ സോസിനുള്ളത്. ഇതിൻ്റെ ഈ ഒരു ബാറ്റ് ടെസ്റ്ററിലേക്ക് മാറാനായിട്ട് ഒരു നാരങ്ങ നീരും കൂടി ഇതിൽ ചേർന്ന് വയ്ക്കുമ്പോൾ ഇത് ഫിനിഷ് ആവും. നല്ല ടേസ്റ്റുള്ളൊരു സോസാണ് ഇത്. മുസാദിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് പെട്ടെന്ന് ദഹനം കിട്ടാനായിട്ടൊക്കെയാണ്. ഇത് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മുസാർഡ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇതിൻ്റെ ഒരു ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. Thank you for watching.